ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ദ ഇൻ്റർനാഷണൽ കവനൻസ് എന്താണെന്ന് നോക്കാം. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഇത്. 1966 ഡിസംബർ 16 ജനറൽ അസംബ്ലി മുഖേന അംഗീകരിച്ച ഒരു ബഹുമുഖ ഉടമ്പടിയാണ് ഇൻ്റർനാഷണൽ കവനൻസ് അഥവാ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കുള്ള ഉടമ്പടി. ICESCR എന്നാണ് അത് അറിയപ്പെടുന്നത്. 1976 ജനുവരി 3 മുതൽ ഇത് നിലവിൽ വന്നു. തൊഴിലവകാശങ്ങൾ, ആരോഗ്യത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ ഉൾപ്പെടെയുള്ള സ്വയംഭരണ ട്രസ്റ്റ് പ്രദേശങ്ങൾക്കും വ്യക്തികൾക്കും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾ മതിയായ ജീവിത നിലവാരത്തിലേക്ക് നൽകുന്നതിനായിട്ട് പ്രവർത്തിക്കാൻ ഇതിൻ്റെ കക്ഷികൾ പ്രതിജ്ഞാബദ്ധരാകുന്നു. 2020 ജൂലൈ വരെ ഈ ഒരു ഉടമ്പടിയിൽ 171 കക്ഷികളാണുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം തന്നെ അംഗീകരിച്ചിട്ടില്ല. ഇതിൻ്റെ പ്രോട്ടോക്കോള്, മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം, സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടി എന്നിവയ്ക്കൊപ്പം മനുഷ്യാവകാശങ്ങളുടെ അന്താരാഷ്ട്ര ബില്ലിനെ ഉൾപ്പെടുന്നുണ്ട്. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കുള്ള UN കമ്മിറ്റിയാണ് ഈ ഒരു ഉടമ്പടികളെ നിരീക്ഷിക്കുന്നത്. ഇൻ്റർനാഷണൽ കവനൻസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലേക്ക് നയിച്ച അതേ പ്രക്രിയയിൽ തന്നെയാണ് ICESCRനും വേരുകളുള്ളത്. 1945 സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം നിർദ്ദേശിക്കപ്പെട്ടു. അത് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു. അതിൻ്റെ കരട് തയ്യാറാക്കാനുള്ള ചുമതല സാമ്പത്തിക, സാമൂഹിക കൗൺസിലിന് നൽകപ്പെട്ടു. പ്രക്രിയയുടെ തുടക്കത്തിൽ പ്രമാണം മനുഷ്യാവകാശങ്ങളുടെ പൊതുതത്വങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമായിട്ടും നിർബന്ധ പ്രതിബന്ധങ്ങളടങ്ങിയ ഒരു ഉടമ്പടിയുമായിട്ട് വിഭജിച്ചു. ആദ്യത്തേത് UDHR ആയിട്ട് പരിണമിച്ച് 1948 ഡിസംബർ 10 അംഗീകരിക്കപ്പെട്ടു. ഉടമ്പടിയിൽ ആസൂത്രണം തുടർന്നു. എന്നാൽ നെഗറ്റീവ് സിവിൽ, പൊളിറ്റിക്കൽ, പോസിറ്റീവ് സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരിക അവകാശങ്ങളുടെ ആപേക്ഷിക പ്രാധാന്യത്തിൽ UN അംഗങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങൾ നിലനിൽക്കാൻ തുടങ്ങി. ഇത് ഒടുവിൽ ഈ ഉടമ്പടിയെ 2 വ്യത്യസ്ത ഉടമ്പടികളായിട്ട് വിഭജിക്കാൻ കാരണമായി. ഒന്ന് പൗരരാഷ്ട്രീയ അവകാശങ്ങളും മറ്റൊന്ന് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ 2 ഉടമ്പടികളും കഴിയുന്നത്ര സമാനമായ വ്യവസ്ഥകളെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഓരോന്നിനും എല്ലാ ജനങ്ങളുടെയും സ്വയം നിർണയാവകാശത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. ഓരോന്നിലും എല്ലാ ജനങ്ങളുടെയും സ്വയം നിർണയാവകാശത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഉടമ്പടിയിലെ രാഷ്ട്രകക്ഷികൾ സ്വയംഭരണാധികാരമില്ലാത്ത ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളവരെ ഉൾപ്പെടെ സ്വയം നിർണയാവകാശത്തിൻ്റെ സാക്ഷാത്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിൻ്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ആ അവകാശത്തെ മാനിക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രമാണം പൗരരാഷ്ട്രീയ അവകാശങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും രണ്ടാമത്തേത് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയുമായിരുന്നു. 1954 ചർച്ചയ്ക്ക് വേണ്ടി UN ജനറൽ അസംബ്ലിയിൽ ഡ്രാഫ്റ്റുകൾ അവതരിപ്പിക്കുകയും 1966 അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടതിനെ തുടർന്ന് UN മനുഷ്യാവകാശ കമ്മീഷൻ നടപ്പാക്കുന്ന നടപടികൾക്കൊപ്പം ഒരു ഉടമ്പടിയുടെ രൂപത്തിൽ നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു വാചകം തയ്യാറാക്കാൻ തുടങ്ങി. നിലവിലുള്ള പ്രഖ്യാപനത്തിന് പൂരകമായി മനുഷ്യാവകാശങ്ങളിലെ ബഹുമുഖ ഉടമ്പടി വേണമെന്ന് സർക്കാരുകൾ തീരുമാനിച്ചു. ഈ ഉടമ്പടിയിൽ എല്ലാതരം അവകാശങ്ങളും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പൊതുസഭ 2 വ്യത്യസ്ത ഉടമ്പടികൾ തയ്യാറാക്കാൻ കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. ഒന്ന് പൗരരാഷ്ട്രീയ അവകാശങ്ങൾ, മറ്റൊന്ന് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾ. 1966 ഡിസംബർ 16
പൊതുസഭ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും പൗര രാഷ്ട്രീയ അവകാശങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും അംഗീകരിച്ചു. രണ്ടും 1976 പ്രാബല്യത്തിൽ വന്നു. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടി വിദ്യാഭ്യാസം, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ മനുഷ്യാവകാശങ്ങളും ജോലി ചെയ്യാനുള്ള അവകാശവും ന്യായവും അനുകൂലമായ തൊഴിൽ സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു. ഉടമ്പടിയുടെ ഭാഗമായി മാറുന്ന ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന്റെ ലഭ്യമായ വിഭവങ്ങളുടെ മുഴുവൻ പരിധിയിലും ഉടമ്പടി അവകാശങ്ങളുടെ പുരോഗമനപരമായ സാക്ഷാത്കാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു. സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടി ജീവിക്കാനുള്ള അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, ന്യായമായ വിചാരണ, സഞ്ചാര സ്വാതന്ത്ര്യം, ചിന്ത, മനസാക്ഷി, സമാധാനപരമായ സമ്മേളനം, കുടുംബം, പീഡനം, ക്രൂരമായ, മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ നിന്ദ്യമായ പെരുമാറ്റം, ശിക്ഷ, വിവേചനം, ഏകപക്ഷീയമായ അറസ്റ്റ്, കടത്തിന് തടവ് ഇവയെല്ലാം നിരോധിച്ചു. രണ്ട് ഉടമ്പടികളും ആരംഭിക്കുന്നത് ഒരു ലേഖനത്തിൽ നിന്നാണ്. എല്ലാ ജനങ്ങൾക്കും സ്വയം നിർണയാവകാശമുണ്ട്. ആ അവകാശത്തിന്റെ ബലത്തിൽ അവർ തങ്ങളുടെ രാഷ്ട്രീയ പദവി സ്വതന്ത്രമായിട്ട് നിർണയിക്കുകയും അവരുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വികസനം സ്വന്തമായിട്ട് പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർവത്രിക പ്രഖ്യാപനത്തോടൊപ്പം എടുത്ത ഈ രണ്ട് ഉടമ്പടികളും ചിലപ്പോൾ ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഇനി നമുക്ക് അതർ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ് അഡോപ്റ്റഡ് അറ്റ് ദ യുണൈറ്റഡ് നാഷൻസ് എന്നുള്ള ഭാഗമാണ് നോക്കാനുള്ളത്. ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതിന് പുറമെ മറ്റ് നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉപകരണങ്ങളുടെ ഉറവിടമാണ് UN സംവിധാനം. 1969 പ്രാബല്യത്തിൽ വന്ന എല്ലാ തരത്തിലുള്ള വംശീയ വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷന് മനുഷ്യാവകാശ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വംശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ്, ഒഴിവാക്കൽ, നിയന്ത്രണം അല്ലെങ്കിൽ പരിഗണന, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യാവകാശങ്ങളുടെയും മൗലിക സ്വാതന്ത്ര്യങ്ങളുടെയും തുല്യനിലയിലുള്ള അംഗീകാരം, ആസ്വാദനം, അസാധുവാക്കൽ, ദുർബലപ്പെടുത്തൽ ഇതിനെയൊക്കെ തന്നെ നിഷേധിക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാതരം വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൺവെൻഷന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്ക് രാഷ്ട്രീയ പൊതുജീവിതത്തിലും വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയിലും രാജ്യം പ്രവേശനം ഉറപ്പാക്കുന്ന തരത്തിലുള്ളതാണ്. 1981 പ്രാബല്യത്തിൽ വന്ന ഈ ഒരു കൺവെൻഷന്റെ കീഴിൽ മുൻവിധികളും ആചാരങ്ങളും ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റെല്ലാ ആചാരങ്ങളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പെരുമാറ്റ രീതികളെ പരിഷ്കരിക്കാൻ രാഷ്ട്രങ്ങൾ ബാധ്യസ്ഥരാണ്. ലിംഗഭേദം അല്ലെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള സ്റ്റീരിയോടൈപ്പ് റോളുകളിലെ അപകർഷത ഇവയെല്ലാം ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1987 പീഡനത്തിനും മറ്റ് ക്രൂരവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കും എതിരായിട്ടുള്ള കൺവെൻഷൻ നിലവിൽ വന്നു. പീഡനത്തിൻ്റെ ഒരു നിർവചനം ഉൾക്കൊള്ളുന്ന കൺവെൻഷനിൽ ഏതെങ്കിലും പ്രദേശത്തെ പീഡനങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അതിലെ ഏതെങ്കിലും കക്ഷി ബാധ്യസ്ഥരാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അധികാരപരിധി ആ വ്യക്തി പീഡനത്തിന് വിധേയനാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നതിന് കാര്യമായ കാരണങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരാളെ തിരികെ കൊണ്ടുവരരുത്. പീഡനങ്ങൾ വിദേശത്ത് നടന്നിട്ടുണ്ടെങ്കിലും ആ സംസ്ഥാനത്തെ കോടതികളിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് ഉറപ്പാക്കാനും കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷന് ഒരു കുട്ടിയെ നിർവചിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യരും കുട്ടിക്ക് ബാധകമായ നിയമമനുസരിച്ച് ഭൂരിപക്ഷം നേരത്തെ നേടുന്നെങ്കിൽ എന്നാണ്. പീഡനങ്ങൾ വിദേശത്ത് നടന്നിട്ടുണ്ടെങ്കിലും ആ രാഷ്ട്രത്തെ കോടതികളിൽ വിചാരണ ചെയ്യപ്പെടണം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. 18 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യരും കുട്ടി എന്ന പരിഗണനയിൽ വരുന്നതാണ്. സാമ്പത്തിക ചൂഷണം, കടത്ത്, മയക്കുമരുന്നുകളുടെ അനധികൃത ഉപയോഗം, എല്ലാത്തരം ലൈംഗിക ചൂഷണങ്ങളും അതുപോലെ ദുരുപയോഗങ്ങളും ഉൾപ്പെടെ പ്രത്യേകിച്ച് അവരുടെ ക്ഷേമത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ ഇത് ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ കൺവെൻഷൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, കുട്ടിയുടെ മികച്ച താല്പര്യങ്ങൾ, വിവേചനമില്ലായ്മ, കുട്ടിയുടെ ആഗ്രഹങ്ങളോടുള്ള ബഹുമാനം, ഇവയെല്ലാം കണക്കിലെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഊന്നി പറയുന്നത്. 1990 പ്രാബല്യത്തിൽ വന്ന ഈ കൺവെൻഷന് UN മനുഷ്യാവകാശ ഉടമ്പടികളിൽ ഏറ്റവും വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. കൺവെൻഷൻ അംഗീകരിക്കാത്ത ഏക UN അംഗരാജ്യങ്ങൾ സോമാലിയയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും മാത്രമാണ്. 7ാമത്തെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ ഉടമ്പടി എന്നത് എല്ലാ കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷനാണ്. ഇത് 2003 നിലവിൽ വന്നു. നിർഭാഗ്യവശാൽ ഈ ഉടമ്പടിക്ക് കീഴിലുള്ള ബാധ്യതകൾ സ്വീകരിച്ച രാഷ്ട്രങ്ങൾ കൂടുതലും കുടിയേറ്റക്കാരെ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളായിരുന്നു. ഇത് ഈ ഒരു ഉടമ്പടിയുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും കുടിയേറ്റ തൊഴിലാളികളെ ആതിഥ്യമരുളുന്ന സംസ്ഥാനങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് എത്തുകയും ചെയ്തു. 2006 അവസാനത്തോടെ 2 പുതിയ ഉടമ്പടികൾ അംഗീകരിച്ചു. ആദ്യത്തേത് വികലാംഗരുടെ അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര കൺവെൻഷനാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം, വിവാഹം കഴിക്കാനുള്ള അവകാശം, കുടുംബത്തിലുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങൾ വൈകല്യത്തിൻ്റെ പേരിലുള്ള വിവേചനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ സ്വകാര്യ സംരംഭമോ ഇത്തരം വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനും രാഷ്ട്രങ്ങൾ ബാധ്യസ്ഥരാണ്. 2ാമത്തെ ഉടമ്പടി നിർബന്ധ തിരോധാനത്തിൽ നിന്ന് എല്ലാ വ്യക്തികളുടെയും സംരക്ഷണത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര കൺവെൻഷനാണ്. നിർബന്ധ തിരോധാനം എന്ന കുറ്റത്തിന് ദേശീയ പ്രോസിക്യൂഷനുകളുടെയും കൈമാറ്റങ്ങളുടെയും സാധ്യത ഇത് സ്ഥാപിക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യത്തെ ഇങ്ങനെ നിർവചിക്കുന്നുണ്ട്: അറസ്റ്റ്, തടങ്കൽ, തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യം ഹനിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഏജന്റുമാരോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അംഗീകാരമോ പിന്തുണയോ സമ്മതമോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ ചെയ്തതിന് ശേഷം അത് വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷനായ വ്യക്തിയെ മറച്ചുവെക്കുകയും ചെയ്യുക, ഇത് അത്തരമൊരു വ്യക്തിയെ നിയമത്തിൻ്റെ സംരക്ഷണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു ഘടകമാണ്. ഇത്തരത്തിൽ ധാരാളം മറ്റ് മനുഷ്യാവകാശ ഉടമ്പടികൾ യുണൈറ്റഡ് നാഷൻ്റെ സ്ഥാപനത്തിന് ശേഷം നിലവിൽ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി 3ാമത്തെ മൊഡ്യൂളാണ് ഹ്യൂമൻ റൈറ്റ്സ് വയോലേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ എന്നുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.